നിഷ, നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാവുന്നൊരു സാഹചര്യം ഈ നാട്ടിൽ നിലവിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് എതിരെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഏജൻസി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുകയാണ്. കമ്പനി നിയമത്തിലെ 212 വകുപ്പ് പ്രകാരം കമ്പനികളുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഈ അന്വേഷിക്കാൻ വേണ്ടി അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മുഖ്യമന്ത്രിയുടെ മക്കളുടെ കമ്പനിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ അങ്ങേയറ്റം ഗുരുതരമാണ്. പണം അഴിമതി മുഖാരം തട്ടിയെടുത്തു. കമ്പനീസ് ആക്ടിലെ 447, 448, 449 വകുപ്പ് പ്രകാരം അതൊരു തട്ടിപ്പ്. 47 വകുപ്പ് പ്രകാരം ഗുരുതരമായ കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. തട്ടിപ്പിനാണ് കേസ്. അറസ്റ്റ് ചെയ്ത് കേസെടുക്കാവുന്ന അല്ലെങ്കിൽ ജയിലിലിടാവുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനം? ആരോപണങ്ങളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന അധികാരം, പിണറായി വിജയന്റെ അധികാരത്തെ ദുരുപയോഗം ചെയ്ത് അദ്ദേഹത്തിന്റെ മകൾ പണം വാങ്ങിയെന്നാണ്. 1,72,00,000 രൂപ, 1,15,00,000 രൂപ പിന്നെ സ്വന്തം അക്കൗണ്ടിലും 52,5,00,000 രൂപ കമ്പനിയുടെ അക്കൗണ്ടിലും വാങ്ങിയെന്നാണ് ആരോപണം. ഒരു സേവനവും ചെയ്തു കൊടുക്കാതെ. എന്ന് പറഞ്ഞാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുന്നു. പിന്നെ ഇന്റർറിം സെറ്റിൽമെന്റ് ബോർഡ് ഇവർക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ അടങ്ങുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു. ബാംഗ്ലൂരിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കൃത്യമായി കേസെടുക്കണം, വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നതെന്നും CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കേണ്ട പണം തട്ടിപ്പ്, ഈ മണി ലോണ്ടറിംഗ് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് ഈ കമ്പനി ചെയ്തത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഉത്തരവിറക്കി. കൊച്ചിയിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ചോദിച്ച ചോദ്യങ്ങൾക്ക്, അതായത് ഈ CMRL എന്ന് പറയുന്ന 13.5% സംസ്ഥാന സർക്കാരിന് ഓഹരിയുള്ള ഒരു സ്ഥാപനത്തിനെ നടത്തിയ വെട്ടിപ്പ്, KSIDCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനൊന്നും ഒരു ചോദ്യം പോലും മറുപടി നൽകാത്ത സാഹചര്യം. അപ്പോൾ അതീവ ഗുരുതരമായ ആരോപണം. മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാവുന്ന സാഹചര്യം. എന്നിട്ടും ഒരക്ഷരം പോലും കേരള സമൂഹത്തോട് എനിക്ക് സംസാരിക്കാനില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ പഴഞ്ചൊല്ലിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. മടിയിൽ പിന്നെ കനമില്ലാത്തത് കൊണ്ട് വഴിയിൽ ഭയമില്ല, എൻ്റെ കൈകൾ ശുദ്ധമാണ്. എനിക്ക് മനസ്സിലാവുന്ന ഒരു IT കമ്പനി, ബാംഗ്ലൂരിലെ ഒരു IT കമ്പനി സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥയുടെ പെൻഷൻ, അതായത് പെൻഷൻ റിട്ടയർമെന്റ് എമൗണ്ട് കൊണ്ട് ബാംഗ്ലൂർ ഒരു IT കമ്പനി പോയിട്ട് അവിടെ ഒരു റൂം വാടകയ്ക്ക് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അത്രമാത്രം വലിയൊരു പെൻഷൻ തുകയാണ്, എത്രമാത്രം വലിയൊരു തുകയാണ് കിട്ടിയതെന്നുള്ളത് കൂടി വ്യക്തമാക്കാൻ തയ്യാറാകണം. ഇതൊക്കെ വെറും നാടകങ്ങൾ മാത്രമാണ്, കേരളത്തിന് ബോധ്യപ്പെടാത്ത നാടകങ്ങൾ. കഴിഞ്ഞ തവണ നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് അല്ല, പ്രൊഡക്ഷൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഈ എക്സാലോജിക്ക എന്ന് പറയുന്ന ഈ കമ്പനി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകിയെന്നാണ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസും ഇന്റർറിം അപ്പലേറ്റ് ബോർഡും പറയുന്നത് അവിടെ ഈ CMRL എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു സേവനവും കിട്ടിയിട്ടില്ല. അവരവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ടാലി, പവർ പോയിന്റ്, വേഡ് തുടങ്ങിയ അടിസ്ഥാനപരമായ സോഫ്റ്റ്വെയറുകളാണ്. അതിന് ഇനിയിപ്പോൾ ആരുടെ പ്രത്യേക സഹായിച്ചു ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു സേവനവും ചെയ്യാതെ ഈ 1,72,00,000 ശേഷവും പണം കൈപ്പറ്റിയിട്ടുണ്ട്, വീണ്ടും പണം കൈപ്പറ്റിയിട്ടുണ്ട്. CMRL ഉടമസ്ഥനായിരിക്കുന്ന കർത്തയുടെ ഭാര്യയുടെ കമ്പനിയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ലോണും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇവിടെ ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ചോദിച്ചിട്ട് ഒരു രേഖയും കൊടുത്തിട്ടില്ല ഈ കമ്പനി. മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസംഗിച്ച എന്താണെന്നറിയാമോ നിഷ? ഈ ഇന്റർറിം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ തെളിവ് നിയമപ്രകാരം ഞങ്ങളോട് വിശദീകരണം ചോദിച്ചില്ല എന്ന് പറഞ്ഞ എക്സാലോജിക്ക കമ്പനിയോട് മകളോട് ഒരു വിശദീകരണം ചോദിക്കാഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാഞ്ഞത്. അപ്പൊ എന്റെ മകളോട് വിശദീകരണം ചോദിക്കാതെ അല്ലെങ്കിൽ അവരുടെ കമ്പനിയോട് വിശദീകരണം ചോദിക്കാതെ പുറപ്പെടുവിച്ച ഉത്തരവായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിന് മറുപടി പറയേണ്ട കാര്യമില്ല. ഇതായിരുന്നു ഒരു ന്യായം. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ഏതൊക്കെ സേവനങ്ങളാണ് നൽകിയത്, നിങ്ങൾ എന്ത് സേവനമാണ് CMRL നൽകിയത്? ഒരു ഡോക്യുമെന്റും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഒറ്റ ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഡോക്യുമെന്റ് കൊടുക്കാനില്ല. ഒരു സേവനവും കൊടുക്കാതെ പണം കൈപ്പറ്റിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അഴിമതി പണമാണ് കൈപ്പറ്റിയത്. കേരള മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന ആരോപണം ഉയർന്നു വരുമ്പോൾ വളരെ കൃത്യമായ രാജ്യത്തെ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി അതിന് ഉതകുന്ന പരാമർശങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൾ അദ്ദേഹത്തിന്റെ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്ന് പറയുകയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അതിനെക്കുറിച്ച് അന്വേഷണം ഒത്തുടുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം. ബാംഗ്ലൂരിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ കേസെടുക്കണം, CBI അന്വേഷണവും EDയും നടക്കേണ്ട മണി ലോണ്ടറിംഗും അഴിമതിയുമാണ് നടന്നിരിക്കുന്ന സാഹചര്യം.
സാഹചര്യം എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് കേരളത്തിന്റെ നിയമസഭയ്ക്കും ജനങ്ങൾക്ക് മുമ്പിൽ പറയണ്ടേ? അതിനു പകരം മടിയിൽ കനവില്ല, വഴിയിൽ ഭയമില്ല, എൻ്റെ കൈകൾ ശുദ്ധമാണ്, പെൻഷൻ കിട്ടിയ പണമാണെന്നൊക്കെ പറയാതെ കൃത്യമായ ജനങ്ങൾക്ക് മുമ്പിൽ രേഖകൾ എടുത്തു വെച്ച് എൻ്റെ മകളുടെ കമ്പനി ഇന്ന സേവനങ്ങൾ ചെയ്തു, അവരുടെ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് ഇത്ര രൂപയാണ്, അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇതാണ്, അതിലേക്ക് വന്നിരിക്കുന്ന പണത്തിന്റെ കണക്കിലാണ് ഇവിടുത്തെ പ്രധാന വിഷയം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരേക്ക് വന്നത് ആ PV ഞാനല്ല എന്ന് അദ്ദേഹം പറഞ്ഞാലും ആ PV അദ്ദേഹം തന്നെയാണ് എന്നുള്ളത് ആദായനികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനകത്തുണ്ട്. അദ്ദേഹത്തിന്റെ മകൾ അദ്ദേഹത്തിന്റെ ആ വ്യക്തിക്ക് ഒരു ഉന്നത വ്യക്തിയുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. 2, ROC റിപ്പോർട്ടിൽ പറയുന്നു എക്സാലോജിക് സൊല്യൂഷൻസും ഈ CMRലും തമ്മിൽ നടന്നത് ഫ്രോഡുലന്റ് വഞ്ചനാപരമായ പണമിടപാടാണ്. മുഖ്യമന്ത്രിക്ക് നിയന്ത്രണമുള്ള KSIDC ഡയറക്ടറായ കമ്പനി കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ ഇടപാടിൽ റിലേറ്റഡ് പാർട്ടി ഗണത്തിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട തൽപര കക്ഷി ഉള്ളത് കൊണ്ടുള്ള ആ ഗണത്തിൽപ്പെടുന്ന ഇടപാടാണ് നടന്നിട്ടുള്ളത് ROC ആണ് പറയുന്നത്. അപ്പോൾ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡും ROCയുമാണ് പറയുന്നത്. ഞങ്ങൾ ആരുമല്ല പറയുന്നത് മുഖ്യമന്ത്രിക്ക്. ഞാൻ പറയട്ടെ നിങ്ങൾ അല്ലല്ല നിങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിച്ചോ. പക്ഷെ ഒരു വസ്തുതയില്ലേ, ഇതിന്റെ പിന്നിൽ നടക്കുന്ന രാഷ്ട്രീയ നാടകം എന്താണ്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും എങ്ങനെയാണ് ഇപ്പോൾ ഈ കേസുകളെല്ലാം ഈ രൂപത്തിൽ വരുന്നതെന്നും എല്ലാം ഈ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. ഞാനൊന്ന് പറയട്ടെ സുഹൃത്തെ, നിങ്ങൾ മാത്രം സംസാരിച്ചാൽ പോരാ. താങ്കൾ ഇപ്പോൾ പറഞ്ഞ അല്ലെങ്കിൽ ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വേട്ടയാടലാണ് മകളിലൂടെ അച്ഛനിലേക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയ വേട്ടയാടലാണെങ്കിൽ നിയമസഭയിൽ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തിനാണ് മടി, ശ്രീ ചിത്തരഞ്ജൻ? ഈ രാഷ്ട്രീയ വേട്ടയാടൽ ജനങ്ങളുടെ ജനപ്രതിനിധികൾ ഇരിക്കുന്ന സഭയിൽ തുറന്നു കാട്ടുകയില്ലേ വേണ്ടത്, ശ്രീ ചിത്തരഞ്ജൻ? അവർക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ തകർക്കാൻ വേണ്ടി ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാലത്ത് മുഖ്യമന്ത്രിയെ തകർക്കാതിരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മേൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തെറ്റായി ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സൽപ്പേരിന് കളങ്കം വരുന്നുണ്ടെങ്കിൽ അത് നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടല്ലോ. എന്തായി അതിന്റെ കാര്യം? ഞങ്ങൾ ഇടപെട്ടോ? താങ്കൾക്ക് കേൾക്കാത്തതാണോ എനിക്ക് അറിഞ്ഞുകൂടാ. സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം. ഒരേ സമയത്ത് അന്വേഷിച്ചല്ലോ. ഒരു സാങ്കേതിക പ്രശ്നമില്ല നിഷ. ഞാൻ പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കാൻ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സർക്കാരും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ കൂടെ വിഷയമല്ലേ? അത് കേരള നിയമസഭ തീർച്ചയായും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണ്ടേ? ആ സൽപ്പേരിന് കളങ്കമുണ്ടാക്കാനുള്ള ശ്രമങ്ങളെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടണ്ടേ? അതിനല്ല, ഇതിനകത്ത് വേറൊന്നുമല്ല. ഉണ്ടയില്ലാത്ത വെടിയാണെങ്കിൽ പോലും ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ചുകൊണ്ട് രാഷ്ട്രീയമായ ഇടതുപക്ഷ മുന്നണിയെ വേട്ടയാണ് എന്നതാണ്. എങ്കിൽ എന്തിനാണ് നീ പ്രതിപക്ഷത്തെ ഭയക്കുന്നത്? എന്തിനാണ് നരേന്ദ്രമോദിയെ ഭയക്കുന്നത്? എന്തിനാണ് പ്രതിപക്ഷത്തെ ഭയക്കുന്നത്? ധൈര്യമായി നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി പറയണം, രേഖകൾ സഹിതം. മകളോട് ROC ചോദിച്ചപ്പോൾ പറയാതിരുന്ന കണക്കുകൾ സഹിതം നിയമസഭയിൽ പറയണം, ശ്രീ ചിത്തരഞ്ജൻ. ഇല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കാരണം ഞങ്ങൾക്കറിയാലോ പിണറായി വിജയൻ ആരാണെന്നും ഈ കെട്ടിക്കൊണ്ടുവരുന്ന കഥ എന്താണെന്നും ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്നും തിരിച്ചറിയുവാനുള്ള ശേഷിയുള്ളവരാണ്. ഒറ്റ കാര്യം കൂടെ ശ്രീ ചിത്തരഞ്ജൻ അറിയാമോ? കരിമണൽ കമ്പനിക്ക് വീണ വിജയൻ കൊടുത്ത സേവനം എന്താണെന്നുള്ളത് ഉമ്മൻചാണ്ടിക്കെതിരായി AK ആന്റണിക്കെതിരായി അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കരിമണൽ കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ മകൾ കൊടുത്ത സേവനം എന്താണ് എന്നുള്ളത്, അവർ വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് പാർട്ടിക്കോ ശ്രീ ചിത്തരഞ്ജനോ അറിയാമോ? അല്ല, അതെല്ലാം ഞങ്ങൾ ഇത് എത്ര തവണ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. നിങ്ങൾ ഇന്നത്തെ വിഷയം എന്താ? ചർച്ചയല്ല, നിങ്ങൾക്കെല്ലാം ബോധ്യമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ്. കരിമണൽ കമ്പനിക്ക് കൊടുത്ത സേവനം എന്താണ്, വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ എന്താണ്, ഇത് പറഞ്ഞാൽ മതിയല്ലോ ശ്രീ ചിത്തരഞ്ജൻ. അവിടെ പ്രശ്നം തീരും. അത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ പാർട്ടിക്ക് എല്ലാം ബോധ്യപ്പെട്ടോ? നികുതി കൊടുത്തതല്ലേ? വളരെ കൃത്യമായിട്ടുള്ള കരാർ. ഞങ്ങളുടെ നികുതി കൊടുത്താൽ കൈക്കൂലി അല്ലാതാവില്ല ശ്രീ ചിത്തരഞ്ജൻ. നികുതി കൊടുത്താൽ കൈക്കൂലി അല്ലാതാവില്ല. പാർട്ടിക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് സേവനമാണ് ഇവർ കൊടുത്തതെന്നും ഏത് സോഫ്റ്റ്വെയർ ആണ് ഇവർ ഡെവലപ്പ് ചെയ്തതെന്നും പാർട്ടിക്ക് ബോധ്യമുണ്ടെങ്കിൽ താങ്കൾ പറയൂ. അറിയാമെങ്കിൽ അത് പറയാൻ മടിക്കുന്നതിനാണ് ശ്രീ ചിത്തരഞ്ജൻ. തുറന്നു പറയൂ, എന്ത് സേവനമാണ് കൊടുത്തത്, എന്ത് സോഫ്റ്റ്വെയർ ആണ്
ഡെവലപ്പ് ചെയ്യുകയും മെയിൻ്റനൻസ് നടത്തുകയും ചെയ്തിട്ടുള്ളത്? അല്ല, രണ്ട് കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള കരാർ, ആ കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള സേവനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ആരാണോ കക്ഷിയായിട്ടുള്ള അവരും ഈ കമ്പനിയും കൃത്യമായി എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നത് മാസപ്പടിയാണെന്നാണ്. എവിടെ എത്തിച്ചേർന്നു ശ്രീ ചിത്തരഞ്ജൻ? താങ്കൾക്ക് ഇതൊക്കെ അറിയാമല്ലോ. ഞങ്ങൾക്ക് ഒരു സേവനവും കിട്ടിയിട്ടില്ല, ഞങ്ങൾ മാസാമാസം കാശ് കൊടുക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ROC ചോദിച്ചപ്പോ ഒന്നും പറയാനില്ല. മാത്രവുമല്ല, ഇത് കൃത്യമായും ഇത് ഈ റിലേറ്റഡ് പാർട്ടി ഗണത്തിൽ വരുന്ന തട്ടിപ്പ്, വഞ്ചനാപരമായ പണമിടപാടാണ് എന്ന് ROC കണ്ടെത്തിയിരിക്കുന്നു. അവിടെയും ഒന്നും പറയുന്നില്ല. ഇതിനെതിരെ കോടതിയിലും പോകുന്നില്ല, ഒന്നുമില്ല. CPM ഇപ്പോൾ സമ്പൂർണ്ണമായി പിണറായി വിജയന്റെ നിയന്ത്രണത്തിലുള്ള ഒരു അടിമ കമ്പനിയായി മാറിക്കഴിഞ്ഞല്ലോ. വേറെ ആളുകൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബഹുമാനായ ശ്രീ PP ചിത്തരഞ്ജൻ തന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു എന്താ പറയുക, ഒരു കള്ളത്തെ ന്യായീകരിക്കാൻ വേണ്ടി എന്തൊക്കെ കെട്ടുകഥകളാണ് അടിച്ചുവിടുന്നത്. ഇത് നേരത്തെ നിഷ ചോദിച്ച ചോദ്യം പ്രസക്തമല്ലേ? നിയമസഭയിൽ നിങ്ങളൊരു ചർച്ച വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായ കാര്യം പറഞ്ഞുകൂടെ? എന്ത് സേവനം കൊടുത്തു എന്ന് പറഞ്ഞുകൂടെ? എന്ത് സേവനം കൊടുത്തു? ഇന്റർറിം സെറ്റിൽമെന്റ് ബോർഡ് പറയുന്നു ഒരു സേവനവും കൊടുത്തിട്ടില്ല. ഒരു സേവനം കൊടുക്കാതെ മാസം കാശ് വാങ്ങി. എന്തിനുള്ള പ്രതിഫലമായിരുന്നു ചിത്തരഞ്ജൻ? എനിക്ക് നിങ്ങൾക്ക് അറിയാലോ. തോട്ടപ്പള്ളി പൊഴിമുഖത്ത് നിന്നും മണൽ കൊണ്ടുപോകുന്നുണ്ടോ KMML-ന്? 2018 മുതൽ വൻതോതിൽ ഈ മണൽ കൊണ്ടുപോയി KMML ചെല്ലുമ്പോൾ കരിമണൽ വേർതിരിച്ചെടുക്കും. ആ കരിമണൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കർത്തായുടെ കമ്പനിയാണ്. ഈ കർത്തായുടെ കമ്പനി അവർക്ക് ഉണ്ടായിരുന്ന സിന്തറ്റിക് റൂട്ടൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വിൽക്കുന്നത് ഈ KMML തന്നെയാണ്. ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ ടൈറ്റാനിയം ധാതു ഇറക്കുമതി ചെയ്യുകയായിരുന്നു ജപ്പാനിൽ നിന്നും. ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. 2018 ഈ തോട്ടപ്പള്ളി എന്നുള്ള പൊഴി എന്നുള്ള മണല് കരിമണൽ കിട്ടിയതിനായി ഇറക്കുമതി നിർത്തി. കാരണം എന്താ? ഖനനമില്ലാതെ പ്രളയം ഒഴിപ്പിക്കാനെന്ന രീതിയിൽ ദിവസവും ടൺ കണക്കിന് മണല് KMML കൊണ്ടുവന്ന് KMML ചുടുവിലയ്ക്ക് CMRL ഈ കർത്താട കമ്പനിക്ക് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കോടാനുകോടി രൂപയാണ് അതുവഴി കർത്താട കമ്പനിക്ക് ലാഭം ഉണ്ടായത്. സർക്കാരിന് 13% ഓഹരി ഇടപാടുള്ള CMRL ലാഭം ഉണ്ടായത്. മനസ്സിലായോ? അപ്പൊ അതിനുള്ള പ്രതിഫലമാണ്. ഒരു ഖനന നിയമങ്ങളും ഇല്ലാതെ, ഒരു അനുമതിയും ഇല്ലാതെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി അമ്പലപ്പുഴ തോട്ടപ്പള്ളിയിലെ കടപ്പുറത്ത് കാറിനെടുത്ത് കൊണ്ടുപോകുന്നതിന്റെ പ്രതിഫലം മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് CMRL കൊടുത്തത്. അതിന്റെ പ്രതിഫലമാണ് CMRL ഉടമസ്ഥന്റെ ഭാര്യയുടെ കമ്പനിയിൽ നിന്നും ലോണായിട്ട് ഈ മുഖ്യമന്ത്രിയുടെ മകൾ കിട്ടിയത്. ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കുക, ഷെൽ കമ്പനി ഉണ്ടാക്കിയിട്ട് സേവനം കൊടുത്തു എന്ന് വ്യാജേന ഒരു സേവനം കൊടുക്കാതെ കമ്പനി സെറ്റിൽ ഈ രജിസ്ട്രാർ ഓഫ് കമ്പനി ചോദിക്കുന്നു എന്ത് സേവനമാണ് വീണേ? നിങ്ങൾ എക്സാലോജിക്ക് ഒരു രേഖ കൊണ്ടുപോവാ, ഹസ്തരേഖ അല്ലാതെ മറ്റൊരു രേഖയില്ല. അതിന്റെ പേരെ ഒരു കേസ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറഞ്ഞതുപോലെ 3 രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ 3 ബ്രാഞ്ച് പറഞ്ഞു ഇതുപോലെ. ഇന്റർറിം സെറ്റിൽമെന്റ് ബോർഡ് പറയുന്നു ഒരു രേഖയിൽ ഒരു സേവനവും കൊടുത്തിട്ടില്ല. ആ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളല്ല ഇവിടെ ചെയ്യുന്നത് വേർഡിലും പവർ പോയിന്റിലും അതുപോലെയുള്ള സാധാ സോഫ്റ്റ്വെയറുകളിലാണ്. കരിമണൽ കമ്പനിയുടെ അക്കൗണ്ടിങ് നോക്കുന്നതിന് അതിന്റെ സോഫ്റ്റ്വെയർ ഞങ്ങൾക്ക് വേറെ ഉണ്ട്. ഇവരുടെ ഒരു സോഫ്റ്റ്വെയർ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഇവരുടെ ഒരു സേവനവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ടും കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ തട്ടിച്ചെടുത്ത് അഴിമതി പണം ഇത്തരത്തിൽ അക്കൗണ്ടിൽ വാങ്ങി അത് വെളുപ്പിച്ചെടുക്കുക മണി ലോണ്ടറിംഗ് ആണ്. നേരത്തെ ചോദിച്ചല്ലോ മുഖ്യമന്ത്രിക്ക് എന്താ കാര്യമെന്ന്. മുഖ്യമന്ത്രിക്കെതിരെ ഉറപ്പായിട്ട് അഴിമതി നിരോധന കേസെടുക്കാം. ഇവിടെ സ്വാഭാവികമായിട്ട് അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. മാത്യു കുട്ടനാടനെ കുറിച്ച് മാത്യു കുട്ടനാടന്റെ ഒരു കേസ് പരാതി വിജിലൻസ് മുമ്പിലുണ്ട്. വിജിലൻസ് അത് തള്ളിക്കളയട്ടെ. വിജിലൻസ് തള്ളിക്കളയുമ്പോൾ തീർച്ചയായിട്ടും അത് കോടതിയിലും വരും. ഈ അഴിമതി നിരോധന നിയമപ്രകാരത്തിലെ 13-ാം വകുപ്പ് പറയുന്നത് ഇങ്ങനെയാ: എ പബ്ലിക് സർവന്റ് ഈസ് സെറ്റ് ടു കമ്മിറ്റ് ദ ഒഫൻസ് ഓഫ് ക്രിമിനൽ മിസ്കോണ്ടക്ട് ഇഫ് ഹി ഹാബിച്വലി അക്സെപ്റ്റ് ഓർ ഒബ്റ്റെയിൻസ് ഓർ അഗ്രീസ് ടു അക്സെപ്റ്റ് ഓർ അറ്റംപ്റ്റ്സ് ടു ഒബ്റ്റെയിൻ ഫ്രം എനി പേഴ്സൺ ഫോർ ഹിംസെൽഫ് ഓർ ഫ്രം എനി അതർ പേഴ്സൺ എനി ഗ്രാറ്റിഫിക്കേഷൻ അതർ ദാൻ ലീഗൽ റെമ്യൂണറേഷൻ ആസ് എ മോട്ടീവ് ഓർ റിവാർഡ് സച്ച് ആസ് മെൻഷൻ ഇൻ സെക്ഷൻ 7. കൃത്യമായി മുഖ്യമന്ത്രിയെ പ്രതി ചേർക്കാം. മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ട പണമാണ് ഇത്തരം ഒരു വ്യാജ ഷെൽ കമ്പനിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്തത്.